നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ നിസാർ മാമുക്കോയാണ്. ഞാനേ ഒരു 1-2 ആഴ്ചയായി ഒരു വീഡിയോ, ഞാൻ സാധാരണ ഇപ്പോൾ വീഡിയോകളായിട്ടൊന്നും ഈ അടുത്ത കാലത്തൊന്നും വരുത്തില്ല. വീഡിയോ ഒക്കെ ഇടുമ്പോൾ എനിക്ക് മതപ്രഭാഷണമാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ പലരും പറയും അതിൽ കയറി കളിക്കരുത്. 2 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഈ സിനിമക്കായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് മതകാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ആരോ 10 പേർക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയാൻ പാടില്ലായിരിക്കും. ഞാൻ പറഞ്ഞ വിഷയം, വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ് മുജാഹിദ് ബാലുശ്ശേരി. നേതാവല്ല, ഒരു പണ്ഡിതനാണ്. പണ്ഡിതനാണോ എനിക്കറിയില്ല. മൂപ്പര് സാഹിബ് പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും, നമ്മൾ യൂട്യൂബിൽ മുജാഹിദ് ബാലുശ്ശേരി എന്നടിച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പല പ്രഭാഷണങ്ങളും കേൾക്കാം. അതൊക്കെ പറയുമ്പോൾ അതിന് നല്ല ഭംഗിയും കേൾക്കാനൊക്കെ ഒരു മാധുര്യമുണ്ട്. എന്നാലും എൻ്റെ സത്യം ഞാൻ മാനസികമായി തുറന്നു പറയണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് പറയല്. അപ്പൊ ഈ മനസ്സിൽ കളങ്കം വെച്ച് വേറൊന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയല്ല, ഞാൻ ഇൻ്റെതാണ് പറയണമെന്ന് പറയുമ്പോൾ പോലും മുജാഹിദ് ബാലുശ്ശേരി വളരെ സംയമനം പാലിച്ച് ഭംഗിയിൽ മറ്റേ ഖുറാന്റെ വചനങ്ങൾ ഓതിയിട്ടും അള്ളാഹിന്റെ റസൂലിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് നടത്തൽ. അങ്ങനെ ഒരുപാട് ഇത് നമ്മൾ കാണാം. അപ്പൊ അത് പിന്നെ ഇത് പറയാനുള്ളത് അമ്പലങ്ങളിൽ, ഞാൻ എൻ്റെ കുറേ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു 10-20 കൊല്ലം മുന്നൊക്കെ ഉപ്പൻ്റെ കൂടെ ഒക്കെ പോയിട്ട് പണ്ട് പാണ്ടിക്കാട് ഒരു അമ്പലത്തിൻ്റെ അകത്ത് ഞാൻ ഉപ്പ ഉള്ളിൽ കയറി, ഞാൻ പുറത്ത് വണ്ടിയിലിരിക്കുമ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് പ്രസംഗം നടക്കുക പരിപാടിക്ക്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സലാം ചെല്ലുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്, ഫാത്തിഹൻ്റെ അർത്ഥം പറയുന്നുണ്ട്, പിന്നെ ഒരു സൂറത്ത് ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞ്. അപ്പം ഞാൻ വലിയ കയറി അമ്പലത്തിലേക്ക് നിന്ന്. അപ്പോൾ ഒരു തൊപ്പിട്ടിട്ട് ഒരാൾ പ്രസംഗിക്കേണ്ട ഒരു ചെറുപ്പക്കാരന്. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് ഞാൻ ഉപ്പനോട് ചോദിച്ചു ആരാണ് ഇതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉപ്പ പറഞ്ഞത് അറിയില്ല, എനിക്ക് മുനവർ അലിയാണ് ശിഹാബ് തങ്ങളെ മോന് എന്ന് പറഞ്ഞു. എന്ത് ഭംഗിയാ കേൾക്കാന്നറിയും. അതുപോലെ ഏത് അന്യമതസ്ഥനും, എൻ്റെ പ്രശ്നം വർഗീയത, എൻ്റെ വിഷയം വർഗീയത, ഏത് അന്യമതസ്ഥൻ കേട്ടാലും ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മക്കാൻ തോന്നുന്ന ഒരു പ്രാസംഗികനാണ് സമദാനി, അബ്ദുസമദ് സമദാനി. ഇവരൊക്കെ മുന്നിൽ മാതൃകയായിട്ടുള്ളപ്പോൾ, അല്ലാതെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ മാതൃകയായിട്ടുള്ളപ്പോൾ, മുജാഹിദ് ബാലുശ്ശേരി ഒരു 7 വർഷം മുന്നേ പറഞ്ഞത് ഒരു കേസ് കൊടുത്തൊരു വിഷയമുണ്ട്. അതിൽ അമ്പലങ്ങളുടെ പേരിൽ പിരിവ് വന്നാൽ കൊടുക്കരുത്, അതിന് കൊടുക്കണേക്കാൾ ലക്ഷം കൂടി ശിക്ഷ കുറയും വേശ്യാലയത്തിന് കൊടുത്താൽ. അതിൻ്റെ കാരണം ഷിർക്കാണ്. സംഭവം കുൽഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അതന്നെ അള്ളാഹ് തൗഹീദ്, 2 അള്ളാഹില്ലാന്ന്. എൻ്റെ ഒരു സുഹൃത്ത്, നമ്മളൊക്കെ ചുറ്റിലും സുഹൃത്തുക്കൾ ഒരുപാട് ഹിന്ദുക്കളുണ്ട്. സായിബേ ഇവല്ല ആരെങ്കിലും എടാ അമ്പലത്തിന് ഒരു 500 കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കൊടുത്താൽ എങ്ങനെ ഷിർക്കാവും ഞങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ ഈ അന്യമതസ്ഥര് അങ്ങനെ മാറ്റി നിർത്തേണ്ട കൂട്ടരാണോ ഈ അന്യമതസ്ഥര്? നമ്മൾ മാത്രം സ്വർഗത്ത് പോകുന്നു പറയുന്നവർ തന്നെ ഒരു ചെറിയ ഇതുണ്ട്. ഏത് സ്വർഗത്തിലാണ് നിങ്ങൾ പറയണത്? 72 ഭാര്യമാര്, മറ്റേ ചൊവ്വാഴ്ച മാത്രം കളുന്ന, പിന്നെ ഇവിടെ തന്നെ നിൽക്കണല്ലേ, അല്ലേ 1-ാം തീയതി മാത്രമല്ലേ ലീവുള്ളൂ. ഞാൻ കുടിക്കല്ലോ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടര് സ്വർഗത്തിന് ഇങ്ങനെ വേശാലയും ക്ലബ്ബും ആക്കി മാറ്റിയിട്ട് ബാങ്കോക്കിലൊക്കെ പോയാൽ മാതിരി സ്വർഗത്തിനെ പറ്റി പറയണത് ആ കോലത്തിലാക്കി മാറ്റിക്കണ്. ഇപ്പൊ നിങ്ങളെ വിഷയം അമ്പലത്തിന് പിരിവ് കൊടുത്താൽ ഷിർക്കാവും, ഇസ്ലാമൊന്നും പുറത്താവും. പക്ഷെ ആ വയതിൽ നിങ്ങൾ പറയുന്നുണ്ട് മക്ബറകൾക്ക് കൊടുക്കണതും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മക്ബറ പോലുള്ള ആ ഷിർക്കുകൾ ഉണ്ടെങ്കിൽ, എനിക്കത് ഷിർക്കായിട്ട് തോന്നിക്കുന്നു. അള്ളാഹുവില്ല. അപ്പൊ നമ്മൾ മയ്യത്തുസ്കാരത്തിന് ഒരു ഫാത്തിഹ ഓതും, ഇയ്യാക്കന അബ്ദു ഇയ്യാക്കന നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറം പോയിട്ട് മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അതിൽ തെറ്റുണ്ട്, അത് ഷിർക്കാ. അപ്പൊ അത് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പറയണോ സാഹിബ്? നമ്മളെ മതത്തിനുള്ളിൽ നമ്മൾ അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ മുകളിൽ ചാഞ്ഞു കയറി അതിന്റെ കൂടെ ഇതും പറഞ്ഞ് അത് പറയണ്ട. അത് ശരിയല്ല. അത് വേറൊരു നമ്മളെ കൂടെയുള്ള സഹോദര മതസ്ഥരല്ലേ, ഓരോ മൂത്തത് നമ്മളോ മൂത്തത് പിന്നത്തെ കാര്യം. അപ്പൊ നമ്മള് ഓരോ കൂടെ നിന്ന് ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം അറിവൊക്കെ ഉള്ള ആളല്ലേ, അപ്പൊ അത് നോക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ് ഒരു കേരളത്തിലെല്ലാ മെമ്പറുകളും വെള്ളിയാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ, മുജാഹിദുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാകുന്നു. ആ മുസ്ലിങ്ങളോട് പറയാണ്, ഞാൻ അയാളെ സംസാരത്തിലെ ഭാഗവാക്കല്ല. അങ്ങനെ 10 കൊല്ലം കൊണ്ടല്ല 100 കൊല്ലം കൊണ്ട് ഇതൊന്നായിട്ട് ഇസ്ലാം രാഷ്ട്രമാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളല്ലേ ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യമതമെന്നും എൻ്റെതാണ് ദൈവമെന്നും ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ വിശ്വസിച്ചാൽ മതി. അതിൻ്റെ കൂടെയുള്ള ആർക്കും ഒരു ശല്യമില്ല. എൻ്റെ
പ്രാർത്ഥനകൾ എൻ്റെ അന്യമതസ്ഥർക്ക്, അമുസ്ലിങ്ങൾക്ക്, ഒരു നിരീശ്വരവാദിക്ക്, യുക്തിവാദിക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ പ്രാർത്ഥന. ഞാൻ ഒരിക്കലും ട്രെയിനിലൊന്നും പോകുമ്പോൾ നിസ്കരിക്കില്ല. അപ്പം അതൊന്നും പ്രാർത്ഥന ബുദ്ധിമുട്ടല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഓരോ ഉപദ്രവിക്കാതിരിക്കുക, പറ്റാണെങ്കിൽ സ്നേഹിക്കുക, സഹായിക്കുക. ഇതല്ലേ നമ്മളൊക്കെ പഠിച്ചവനെ ആദ്യം പഠിപ്പിച്ചത്. എന്തൊക്കെ ജാതി വയലുകളെ ഞാൻ നാളെ മറ്റന്നാളൊക്കെ മാറി മാറി വരാം. പല 3-4 വിഷയങ്ങളുണ്ട്. കുറെ ദിവസമായിട്ട് പറയണ്ടെന്ന് ആലോചിച്ചെന്നാ. അപ്പൊ ഇത് പറഞ്ഞിട്ട് മുസ്ലിം രാഷ്ട്രമാക്കാം 10 വർഷം കൊണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ ഇത് രാഷ്ട്രമാക്കാൻ മുട്ടി നടക്കാണ് സാഹിബ്. നിങ്ങൾ എന്താ മനസ്സിലാക്കുക? നമ്മൾ 10-20% ഉള്ളൂ കേരളം, ഇന്ത്യയിൽ. ഒരു 20-25-30% ഉണ്ടാവും മൊത്തം കേരളത്തിൽ. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജനസംഖ്യ ഒക്കെ ഉള്ളത് UP-ലാണെന്നൊക്കെ പറയണൊക്കെ. എണ്ണി നോക്കിയിട്ട് പറയല്ല. അവിടെ ഒന്നും ഇതിനൊരു താല്പര്യമില്ല. പിന്നെ ഇവിടെ നമ്മളെന്താ സാഹിബങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന മുഹമ്മദ് നിസാർ, ഞാൻ എന്ന മാമുക്കോയുടെ മകൻ നിസാർ മുസ്ലിമാണെന്ന് അറിയപ്പെടുന്നത്, മുസ്ലിം നാമത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ നല്ല മുസ്ലിം, എനിക്കറിയാം. ഞാൻ ഇസ്ലാം കാര്യം 5-ലും ഈമാൻ കാര്യം 6-ലും എല്ലാം വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്രിയപ്രകാരം നടക്കുന്ന ആളെന്നാ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഇന്ത്യ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്നേഹിച്ചും കണ്ടു നിൽക്കണം. നമ്മളെ മതം നമ്മളെ മനസ്സിൽ മതി. പിന്നെ വേറൊരുത്ത മതം വേണ്ടി നിങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറി പറഞ്ഞാൽ ഏത് പള്ളിയിലാണ് സാഹിബ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വന്നിരിക്കുന്നത്? ഒരു പള്ളിയിലും വെള്ളിയാഴ്ച ഇതില്ല. പിന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസിൽ, MDMA കേസിൽ ഒരു മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ കൂടിയ കേസുകൾ ഞാൻ കാണിച്ചുതരാം. പെൺകുട്ടികൾ ഈ ബാവലി ഇതിലും നമ്മളെ മുത്തങ്ങ കേസിൽ ബോർഡറുകളൊക്കെ MDMA പിടിച്ചിട്ട് എത്രയോ കേസുകൾ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം പയ്യന്മാരുകളുണ്ട്. അത് ശരിയാക്കിയ പോരെ? അത് നമ്മളുള്ളിലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോരെ? നമ്മൾ പുറത്തുള്ളവർ ശരിയാക്കലോ? ഇനി ഇതിലേക്ക് ആളെ പിന്നെയും കൂട്ടിക്കൊണ്ടുവരാനാണെങ്കിൽ ഉള്ളവരെ കഥകളൊന്ന് പറഞ്ഞു കൊടുക്കി. ഉള്ളവരിപ്പോഴും മുജാഹിദ് പള്ളിൻ്റെ അടുത്തുള്ള മുജാഹിദ് പള്ളി ഞാൻ സ്ഥിരമായിട്ട് പോകണം. അവിടെ എപ്പോഴും അന്ത്യനാളും ഈ അള്ളാനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കലും കാര്യമില്ലാതെ ഇനിയുള്ള മുസ്ലിം തലമുറ എങ്ങനെ ജീവിക്കണം, ഈ കാലഘട്ടവുമായിട്ട് എങ്ങനെ മുസ്ലിം തലമുറ പൊരുത്തപ്പെട്ടു പോകണം, മാതാപിതാക്കൾ മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, ഏത് നേക്കിൽ ഓലെ കൊണ്ടുപോകണം, ഓല് ഈ അയിഞ്ഞാട്ടത്തു നിന്നൊക്കെ എങ്ങനെ മാറി നിൽക്കണം, മുസ്ലിം കുട്ടികൾ വഴിതെറ്റുന്ന കുട്ടികളെ പറ്റി മാത്രമേ പറഞ്ഞു. നല്ല മക്കൾ ഒരുപാട് 100 കണക്കിനുണ്ട്. അതല്ല പറഞ്ഞത്. വഴിതെറ്റാതിരിക്കാൻ, മക്കൾ വഴിതെറ്റുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പിടിച്ച കുട്ടികളെ കഥ പറയണത്. അങ്ങനെ വഴിതെറ്റാതിരിക്കാൻ മെമ്പറുകളിൽ പറഞ്ഞിട്ട് നമ്മളെ മെമ്പറുകൾ നമ്മൾ മതസൗഹാർദ്ദം കാട്ടാനും മനുഷ്യനെ സ്നേഹിക്കാനൊക്കെ ആയിക്കോട്ടെ സാഹിബേ, ഞാൻ മുസ്ലിം തന്നെ, നിങ്ങൾ മുസ്ലിം തന്നെ, നിങ്ങൾക്ക് സ്വർഗമുള്ളൂ, മുസ്ലിമിന്റെ സ്വർഗമുള്ളൂ നിങ്ങൾ പറഞ്ഞ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മറ്റുള്ളവർ സ്വർഗം എടുത്തോട്ടെ, എന്തിനാ നമ്മളെ തട്ടിപ്പറിക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് 10 വർഷം കൊണ്ട് ഇസ്ലാം രാജ്യമാക്കലും അമ്പലത്തിൽ പിരിവെടുക്കലും അങ്ങനത്തെ സംസാരമൊക്കെ അതൊരു വിഷമം ഉണ്ടാക്കും. അങ്ങനെ മൂപ്പര് പറഞ്ഞതിന് ഏതെങ്കിലും അമുസ്ലിമിനോ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിക്കണമെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഇവരൊന്നും പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാം അപ്പം അടിയിൽ വേണ്ടാത്ത കമന്റുകൾ കയറും. അങ്ങനെ ദയവ് ചെയ്ത് ഞാൻ ആ മുസ്ലിം സഹോദരങ്ങളോട് പറയും, ഇതിൻ്റെ ബാക്കിലൊന്നും കയറിയിട്ട് നിങ്ങൾ തല്ലിപ്പൊളി കമന്റ് ഇടരുത്, വർഗീയ കമന്റുകൾ ഇടരുത്. ഭയങ്കര വേദന എനിക്ക് മനസ്സ്. കാരണം നല്ല മുസ്ലിമായി എല്ലാവരും സ്നേഹിച്ച് എല്ലാ മതസ്ഥരെയും സ്നേഹിച്ച് ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ പഠിച്ച ഇസ്ലാം മതം, എന്നെ പഠിപ്പിച്ച ഇസ്ലാം മതം, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിച്ച ഇസ്ലാം മതം, അത് ആണ് എൻ്റെ മതം. അപ്പം അതുകൊണ്ട് മുജാഹിദ് വാലുശ്ശേരി അടക്കോ ദുനിയാവിൽ നിങ്ങൾ തന്നെ മുജാഹിദിൽ 8 ഗ്രൂപ്പാണ്. സുന്നികളെത്ര ഗ്രൂപ്പുണ്ട്, തബ്ലീഗുകാരുണ്ട്, ഖാദിയാനികളുണ്ട്, മറ്റേ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്. നിങ്ങൾ തമ്മിൽ തന്നെ ഒക്കണില്ല. ആദ്യം നിങ്ങളൊന്ന് ഒത്തു നിൽക്കി, എന്നിട്ട് പോരെ നമുക്ക് പുറത്തെ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് ആളെ കൊണ്ടിട്ട് നിങ്ങൾ വേജാറാണ്ട. സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് നമ്മൾ ഉള്ളിലുള്ള ചട്ടിയിലുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒരേ വലുപ്പത്തിലും പാകത്തിലാക്കിയിട്ട് ഇവിടെ ഇസ്ലാം ദീൻ എങ്ങനെ ഉറപ്പിക്കുക അതും ഉറപ്പിക്കണം ആദ്യം. എന്നിട്ട് പോരെ നമുക്ക് പുറത്തു പോക്കുക. അതുകൊണ്ട് സാഹിബ് എന്തെങ്കിലും പറഞ്ഞത് ഏതെങ്കിലും അന്യമതസ്ഥർക്ക് ബേജാറ് മാനസികവശം ഉണ്ടാക്കണം, ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. സാഹിബ് ഇസ്ലാമിൻ്റെ വക്താവല്ല. സാഹിബിൻ്റെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ അയാളെ പാണ്ഡിത്യത്തിൽ അയാൾ പ്രസംഗിക്കുന്നതാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതിന് ഒരുപാട് അറിവ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ചില 1-2 വാക്കുകൾ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. വേറെയും വീഡിയോസ് ഉണ്ട്, ഞാൻ നാളെ മറ്റന്നാൾക്കാർ വീഡിയോസ് വേറെ പറയാം. നബിനെ പറ്റി, പ്രവാചകനെ പറ്റി, അഫ്സാറുള്ളതിൻ്റെ വീട്ടിൽ നബി ഇങ്ങനെ കൂർപ്പിച്ച് നടക്കാമല്ലോ. എന്താ ഇവരൊക്കെ കഥ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ആരെ പറയിപ്പിക്കാൻ? എന്താ അതുകൊണ്ടുള്ള ഗുണം? യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ വേറെ വല്ല പണിക്ക് ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റിൻ്റെ ഇതൊക്കെ പറഞ്ഞ മാതിരി വേറെ വല്ല പണിക്കും പോയാൽ പോലെ അയറ്റുകൾ പിരിവെടുത്തോട്ടെ, അത് നടന്നോട്ടെ, കൊടുക്കും. സാഹിബ് കാലാകാലം ഏതൊരു ഹിന്ദു വന്നിട്ട് അമ്പലത്തിന് എന്ത് പിരിവെന്ന് വെച്ചാൽ ഉണ്ടാകാൻ കൊടുക്കും. ഇവിടെ പാറപ്പുറം അമ്പലത്തിൻ്റെ അടുത്ത്
ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുറേ മുസ്ലിങ്ങളെ അമ്പലത്തിൻ്റെ ഉള്ളിൽ താമസിച്ചേ. അവിടെയും കുറേ BJPക്കാർ RSSകാരൊക്കെ കയ്യിലാണ് അമ്പലം. അന്നൊരു വലിയ പെരുന്നാൾ വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബിരിയാണി വെച്ച് മുസ്ലിങ്ങൾക്ക് കൊടുത്തിന്. ഇവിടെയുള്ള ഹിന്ദുക്കൾ അരക്കിണർ പാറപ്പുറം അമ്പലത്തിൻ്റെ അടുത്തുള്ള ഹിന്ദുക്കൾ അവിടെ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, പച്ചക്കറി ബിരിയാണി വെച്ച് കൊടുത്ത ചരിത്രം കണ്ട ആളുകളെ സാഹിബേ. ആ അമ്പലത്തിൽ നിന്നൊക്കെ ആ കുട്ടികളൊരു 100 രൂപ വെച്ചാൽ മുസ്ലിം കുടുംബത്തിന് വെള്ളം കയറിയ സമയത്ത്, അവരെ വീടുകളിൽ വെള്ളം കയറിയ സമയത്ത് അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ ഷെഡ് കെട്ടി താമസിച്ച, അമ്പലത്തിന്റെ വളപ്പിൽ അമ്പലത്തിന്റെ ബിൽഡിങ്ങിൽ താമസിച്ച മുസ്ലിങ്ങൾക്ക് അന്ന് ബലി പെരുന്നാൾ വന്നപ്പോൾ, ആ ദിവസങ്ങളിൽ ബലി പെരുന്നാൾ വന്നപ്പോൾ പച്ചക്കറി ബിരിയാണി വെച്ച്, അവിടെ നോൺ വെജ് കയറ്റാൻ പറ്റാത്തതോട് പച്ചക്കറി ബിരിയാണി വെച്ച് കൊടുത്ത പാറപ്പുറം അമ്പലത്തിലെ കുട്ടികൾ, BJPക്കാർ കുട്ടികളവിടെ നടത്തുന്ന മക്കള് സുഹൃത്തുക്കൾ ചോദിച്ചാൽ കൊടുക്കേണ്ട സാഹിബെ 10 രൂപ. നിങ്ങൾ എന്താ പറയണത് കൊടുക്കണ്ടെന്നോ? ഈച്ചകളെ വെച്ച് തല്ലുണ്ടാക്കി മരിക്കാനോ? നിങ്ങളിതൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ പോയിരിക്കും. നാട്ടുകാരെ കുട്ടികൾ തല്ലുകൊണ്ട് ചാവും. അതൊന്നും പറയരുത്. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ഒരുമിച്ച് സ്നേഹിച്ച് മരിക്കണവരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ കൊണ്ടിരുന്നോളെ. അതൊക്കെ കുപ്പത്തൊട്ടി വർഗീയത അത് കൊണ്ടിരുന്നോളി. ഏത് മുസ്ലിമിനെ കണ്ടാലും ഏത് ഹിന്ദുവിനെ കണ്ടാലും അപ്പുറപ്പുറം വർഗീയത ചാരടിക്കാന്നുള്ള അത് വേറെ വിഷയം. സാഹിബ് ഒന്ന് ശ്രദ്ധിച്ച് പറയണത്. എന്താണ്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാം. എല്ലാവരോടും ഞാൻ മാപ്പ് വയ്ക്കുകയാണ്. അത് അറിവില്ലാതെ കൊണ്ട് പറഞ്ഞതായിരിക്കും. അറിവ് കൂടിയിട്ട് പറഞ്ഞതാണെങ്കിൽ അത് ഇനി പറയരുത് സാഹിബെ. അത് പറയാൻ വേണ്ടി വന്നാണ്. അസ്സലാമു അലൈക്കും.